പറയാനുള്ളത് പിന്നെന്തായിരുന്നു ശരി. പിന്നെ നമുക്ക് അപ്പൊ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒക്കെ റിയൽ സ്റ്റോറീസ്. ഹലോ, അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും ഫസ്റ്റ് ഒരു സന്തോഷ വാർത്ത എന്ന് വെച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1 ഇയർ ആയിട്ടുണ്ട് കേട്ടോ. ഇന്നേക്ക് നമുക്ക് 1 ഇയറിന്റെ സെലിബ്രേഷൻ ആണ് ഇന്ന്. 1 ഇയർ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ വലിയ കേക്ക് മുറിച്ചിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല കേട്ടോ. കാരണം നമുക്ക് ആ കൂടിയിട്ട് 695 സബ്ബാണ് ഈ ടൈമിലുള്ളത്. ഇനി കൂടാതിരിക്കൊന്നുമില്ല. നമുക്ക് ഈ കറുത്ത ചുമരിൽ ഒരു പ്ലേ ബട്ടൺ തൂക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. നമുക്ക് ഇനിയിപ്പോ അടുത്ത 2ാമത്തെ വർഷം ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് അതൊക്കെ പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 695 സബ്ബുള്ളൂ. ആ സബ് ഉള്ളെങ്കിൽ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യാനുള്ള മോട്ടീവ് ഉണ്ട്. കാരണം 4 സബ് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. ഒന്ന് എൻ്റെ, പിന്നെ ഒന്ന് എൻ്റെ ഹസ്ബൻഡിന്റെ, പിന്നെ 2 എൻ്റെ അനിയത്തിമാരുടെ. അങ്ങനെ 4 സബ് വെച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എന്നിട്ട് എനിക്ക് 695 എനിക്ക് എത്താൻ പറ്റി. കുറവാണ്, കുറെ പേരെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറവാണ്. പക്ഷെ നമ്മുടെ കണ്ടന്റ് അങ്ങനത്തെയാണ്, ഫാമിലി വ്ളോഗ് അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയ്ക്കൊക്കെ ഉണ്ടാവുള്ളൂ എന്നറിയാം. എന്നാലും നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള മോട്ടീവാണ് കേട്ടോ ഇത് കിട്ടണം. അപ്പൊ ഞാൻ ഇതിങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് സബ് ഒന്നും കയറുന്നില്ല, അല്ലെങ്കിൽ വീഡിയോസ് ഇല്ല, വീഡിയോസിന് വ്യൂസ് ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാട്ടോ പറഞ്ഞത്. ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ചെയ്യണത്, കഷ്ടപ്പെട്ട് ചെയ്തിട്ട് പോലും നമുക്ക് വ്യൂസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതിൽ കുറച്ച് നാൾ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. പിന്നെ തോന്നി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് എന്താ കാര്യം, ഇങ്ങനെ തന്നെ കിടക്കും. അപ്പൊ അങ്ങോട്ട് പോണ പോലെ പോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടി കൂടുതലായിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങി. നമുക്ക് വ്യൂസ് ഉണ്ട്, സബ് കുറവാണെന്നുള്ളൂ കേട്ടോ. നമുക്കൊരു കുഴപ്പമില്ലാത്ത വ്യൂസ് ഒക്കെ ഉണ്ട്. പിന്നെ എല്ലാവരോടും ആദ്യം താങ്ക്സ് പറയണം. നിങ്ങളുള്ള കാരണം കൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും ആയത്. കഴിഞ്ഞ കൊല്ലം ജൂലൈ 15-ാം തീയതി നമ്മളൊരു രാത്രി ഒക്കെ ആയിട്ടാണ് തുടങ്ങിയത്. ഇപ്പൊ 16 പക്ഷെ രാത്രിയൊക്കെ ആയിട്ട് തുടങ്ങിയ കാരണം കൊണ്ട് അപ്പൊ അങ്ങനെ ഒരു വർഷം നമ്മളായി. അപ്പൊ നമ്മൾ ഫസ്റ്റ് അങ്ങനെ വിചാരിച്ചത് കുട്ടിയുടെ വീഡിയോ ഒക്കെ ഇടാം, അങ്ങനെയൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ അങ്ങനെ ഇട്ടുമ്പോൾ നല്ല വ്യൂസ് കിട്ടും, കുട്ടിയുടെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ വ്യൂസ് ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടത്. പക്ഷെ നമ്മുടെ ഫസ്റ്റ് വീഡിയോക്ക് അവിടെ 50 വ്യൂസാണ് ഉണ്ടായിരുന്നത്. 50 വ്യൂസ് പോലും കിട്ടുന്ന എന്താ പറയാ, നമ്മുടെ ഒരു ഉള്ളിലൊരു നമുക്ക് 2 ചോയ്സ് ആണല്ലോ എപ്പോഴും ഉണ്ടാവുക. ഒന്ന് വിചാരിക്കും നല്ല വ്യൂസ് കിട്ടും, കുട്ടിയുടെ വീഡിയോ ഒക്കെയാണ്, രണ്ടാമത് കിട്ടുവാനാവോ, അങ്ങനെ 2 ചിന്ത ഉണ്ടല്ലോ. ആ 2ാമത്തെ ചിന്ത വെച്ച് നോക്കുമ്പോൾ നമുക്ക് 50 വ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. പിന്നെ 10 വ്യൂസ് 20 വ്യൂസ് അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. കാരണം കാണാൻ ഞങ്ങൾ 4 പേരുള്ളൂ, വേറെ ആരുമില്ല. നമ്മളൊരാളോട് പോലും പറഞ്ഞിട്ടില്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബന്ധുക്കളോടോ ഫ്രണ്ട്സിനോടോ ഒരാളോടും പറഞ്ഞില്ല. അതങ്ങനെ കണ്ടറിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരു ദിവസം വോയിസ് ഓവർ കൊടുത്തു തുടങ്ങി. ആ വോയിസ് ഓവർ കൊടുത്തു തുടങ്ങിയപ്പോഴാണ് ആ വോയിസ് ഓവർ കൊടുത്ത വീഡിയോയ്ക്ക് നമുക്ക് 1.4K വ്യൂസ് ആണ്. ഒരു എന്താ പറയാ 1.4K വ്യൂസ് എന്ന് പറയുമ്പോണ്ടല്ലോ നമുക്ക് മില്യൺ വ്യൂസ് കിട്ടിയതിന്റെ ഒരു സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പ്രളയത്തിന്റെ ഒക്കെ ആ വീഡിയോ ഇല്ലേ, അത് സമകാലികമായിട്ടുള്ളത്, അവിടെയൊക്കെ വെള്ളം കയറി അങ്ങനത്തെ ഒക്കെ കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടപ്പോ അതിനൊക്കെ 10K വ്യൂസ്. 10K എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിങ്ങനെ എത്രയോ മില്യൺ കിട്ടിയ പോലെയായിരുന്നു കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അതൊക്കെയാണ് നമ്മള്. പിന്നെ കുക്കിംഗ് വീഡിയോസ് ഇട്ട് നോക്കി, അപ്പൊ അതിനും വ്യൂസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ ഓരോന്ന് മാറ്റി മറിച്ചൊക്കെ ഇട്ട് നോക്കി. പിന്നെ ഈ വീഡിയോ നമ്മൾ ഇടാമെന്ന് വെച്ചത് തന്നെ നമുക്ക് കുട്ടിയായി. അപ്പൊ നമുക്ക് പുറത്തേക്ക് എങ്ങോട്ടും പോവാൻ പറ്റണില്ല. നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയി ജോലിക്കൊക്കെ പോയിരുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാർ വീട്ടിൽ അടങ്ങിയിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാലോ. അങ്ങനെയാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഡെയിലി വ്ളോഗ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുക എന്നുള്ള രീതിയിൽ തന്നെ. അപ്പൊ അത് അങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം തന്നെയാണ് കേട്ടോ. പിന്നീട് പക്ഷെ എന്താ പുറത്തേക്ക് പോകാൻ പറ്റിയായിരുന്നില്ല. ഇപ്പോഴാണ് നമുക്ക് കട കാര്യങ്ങളൊക്കെ ആയത്. അപ്പൊ ഒന്ന് സെറ്റായ ശേഷമാണ് നമുക്ക് കടയും കാര്യങ്ങളൊക്കെ ആയത്. അപ്പൊ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൂടെ തന്നെ നമുക്ക് അതിനും ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ ഇത്. അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ യൂട്യൂബിൽ അങ്ങനെ കൊണ്ട് നടന്നിട്ടുള്ളത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് യൂട്യൂബിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റ വേണം, അതൊരു കാരണമാണ്. പിന്നെ ഇൻസ്റ്റ തുടങ്ങിയിട്ട് ഞാൻ ഒരു കൊല്ലം ആയിട്ടില്ല. എന്ന് മാത്രമല്ല, വീഡിയോസ് ഇടൽ തുടങ്ങി തന്നെ ഇപ്പൊ അടുത്താണ് കേട്ടോ ഇൻസ്റ്റയിൽ വീഡിയോസ് ഇടൽ തുടങ്ങി തന്നെ. അപ്പൊ നമ്മള് കുറച്ചും കൂടി അറിയപ്പെടുക അല്ലെങ്കിൽ കുറച്ച് ആവണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റ വേണം, അതൊരു നിർബന്ധമാണ് ഇന്നത്തെ കാലത്ത്. നമ്മൾ തന്ത വൈബ് തള്ള വൈബ് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല.
നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ നമ്മള് ഈ പ്ലാറ്റ്ഫോമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ എപ്പോഴും മാറ്റങ്ങൾ വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ നമ്മൾ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ നിങ്ങളോട് എല്ലാവരോടാണ് നമുക്ക് താങ്ക്സ് പറയാനുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് മണിയേട്ടനോടാണ്, എൻ്റെ ഹസ്ബൻഡിനോട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് പറഞ്ഞ അപ്പൊ തന്നെ ആളാണ് എനിക്ക് പുതിയൊരു ഫോൺ തന്നെ അങ്ങോട്ട് മേടിച്ചു തന്നു. എൻ്റെ ഫോൺ നോക്കിയയുടെ 3.0 ഫോണായിരുന്നു. 5-6 കൊല്ലം ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്യാമറ ക്വാളിറ്റി വളരെ കുറവാണ്. അപ്പൊ ഉണ്ട് എനിക്ക് ആള് പുതിയ ഫോൺ S23 മേടിച്ചു തന്നു, വീഡിയോ എടുത്തോന്ന് വെച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മൈക്കില്ലേ, ആ മൈക്കും മേടിച്ചു തന്നു കേട്ടോ. അങ്ങനെ റിംഗ് ലൈറ്റ് ഞങ്ങൾ ഇപ്പൊ അടുത്താട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ മൈക്കും ഫോണും ആദ്യം സെറ്റ് ചെയ്തു. പിന്നെ ഫോണിന്റെ ബാക്കില് നമ്മുടെ ഫോണിന്റെ ലെൻസ് ഒക്കെ ഉണ്ടല്ലോ, ക്യാമറ ലെൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു സാധനമൊക്കെ മേടിച്ചു തന്നു. ഇനി വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് നമ്മുടെ യൂട്യൂബിലേക്കുള്ള ഫസ്റ്റ് കടക്കല്. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും പറ്റുന്നല്ല, നമ്മളത് ഫുൾ പേയ്മെന്റ് കൊടുത്തല്ല കേട്ടോ, അടവാണ്. അടവ് തീർന്നു ഈ ജൂലൈയിൽ തന്നെ നമ്മുടെ അടവ് തീർന്നിട്ടുണ്ട് ഫോണിന്റെ. അപ്പൊ ഒരു കൊല്ലായി എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപദേശിക്കല്ല, പിന്നെ ഉപദേശിക്കാൻ നല്ല രസമാണല്ലോ, കേൾക്കാനാണ് രസമില്ലാത്തത്. കുറെ എന്താ പറയുക സക്സസ് സ്റ്റോറീസ് എന്ന് പറയാനൊന്നുമില്ല, പക്ഷെ ഇത് വെച്ചിട്ട് എനിക്കൊരു സക്സസ് സ്റ്റോറി തന്നെയാണ്. ഒരു 1000 ആയിട്ടില്ല, അല്ലെങ്കിൽ 1K അല്ലെങ്കിൽ 4000 വാച്ചർ, അതൊന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ യൂട്യൂബിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ തെളിവാണ് ഇത്രയെങ്കിലും ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് പറയുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവിസിബിൾ ചെയിൻ കണ്ടില്ലേ, നമ്മുടെ പുതിയ കളക്ഷൻസ് ഒക്കെയാണ്. അതൊക്കെ നമ്മൾ ഇടുന്നുണ്ട്, നമ്മൾ ഇൻസ്റ്റയിലും ഉണ്ട്, ഇതിൽ ഇടുന്നുണ്ട്. പിന്നെ കമ്മല് കളക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഹോൾസെയിൽ ഉണ്ട്, റീറ്റെയിൽ ഉണ്ട് കേട്ടോ, അത് മറക്കരുത് ആരും. പിന്നെ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1000 വ്യൂസ് ആയി 1000 സബ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഗിവ് അവേ സ്പോട്ടിൽ ചെയ്യുന്നതായിരിക്കും. ആരെ തെരഞ്ഞെടുക്കുന്നു, 2-3 ദിവസത്തിനുള്ളിൽ ആളുടെ കയ്യിൽ സാധനം എത്തുന്നു. കുറച്ച് കമ്മലുകളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതെന്തായാലും എത്തും. നമ്മൾ 1 ഇയർ ആയതിന്റെ 1 ഇയർ വിത്ത് ഓണം അതിന്റെ ഒരു ഗിവ് അവേ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയൂ. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയ ഐറ്റംസ് ഉണ്ടല്ലോ, ഇപ്പൊ ഇൻവിസിബിൾ ചെയിൻ, ഇപ്പൊ ഇൻവിസിബിൾ ആണ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. പിന്നെ ഇയറിങ്സ് കണ്ടോ, ഇയറിങ്സിന്റെ വേറെ ചെയ്യാം കേട്ടോ, കമ്മലുകളുടെ ഒക്കെ വേറെ ഞാൻ നാളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ കുറച്ച് കൂടി പുതിയ കളക്ഷൻ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പൊ നമ്മൾ ഗിവ് അവേ അല്ലേ പറഞ്ഞത്. അപ്പൊ ഇങ്ങനത്തെ ഈ ക്ലിപ്പില്ലേ, നമ്മൾ ഓണത്തിന്റെ ഇതൊക്കെ ആയിട്ട് മുല്ലമുട്ടിന്റെ ക്ലിപ്പ്, പിന്നെ ഇൻവിസിബിൾ ചെയിൻ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു ഗിവ് അവേ ഒരാൾക്കുള്ളതാണ് കേട്ടോ. നമുക്ക് ഇപ്പൊ അതാണ് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഞാൻ ഇത്ര സബിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ ഗിവ് അവേ തരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് എല്ലാവരും ഫോളോ ചെയ്യുക, നമ്മൾ സബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ഓരോ മാസത്തിലൊക്കെ വെച്ചിട്ട് ഗിവ് അവേ ഒക്കെ ചെയ്യാം, പിന്നീട് ചെയ്യാം. ഇപ്പൊ കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ വിട്ട സമയമായ കാരണം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വണ്ടികളൊക്കെ പോകണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നമ്മുടെ മൈക്കിന് കപ്പാസിറ്റി അത്രേ ഉള്ളൂ, അത് കാരണം കൊണ്ടാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് കാണാൻ ഇഷ്ടം പോലെ ആൾക്കാർ കാണുന്നുണ്ട്, ഷോർട്സ് ഒക്കെ നന്നായിട്ട് കാണാൻ ആൾക്കാരുണ്ട്. ലൈക്ക് കുറവാണ്, കമന്റ് പിന്നെ ഒട്ടുമേ ഇല്ല. എനിക്ക് അതിൽ യാതൊരു അഹങ്കാരവും ഇല്ല എന്ന് പറയില്ലേ, അതുപോലെയാണ്. റിയൽ സ്റ്റോറീസ് ഇല്ലേ, അത് പറയാമെന്ന് വിചാരിക്കുന്നു, അങ്ങനത്തെ ഒരു സെഗ്മെന്റ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആരെയിലൊക്കെ സ്റ്റോറീസ് ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പല അനുഭവങ്ങളാണല്ലോ ഉണ്ടാവുക. അപ്പൊ നമുക്കിപ്പോ പെണ്ണുങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ ഡെലിവറി സ്റ്റോറി അതൊരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും. നമ്മളതിനെ എവിടെയൊക്കെ കൊണ്ടിട്ടാലും ശരി, നമ്മുടെ ആ ഡെലിവറി സ്റ്റോറി എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴും വള്ളി പുള്ളി തെറ്റാതെ പറയാൻ പറ്റില്ലേ, ഒട്ടുമിക്ക പേർക്കും പറ്റും. അപ്പൊ അങ്ങനത്തെ ഡെലിവറി സ്റ്റോറി വേണമെങ്കിൽ അത് പറയാം. എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ പ്രേതാനുഭവങ്ങൾ, അല്ലെങ്കിൽ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ റിഗ്രറ്റ് അടിക്കുന്ന സംഭവങ്ങൾ, അങ്ങനത്തെ ആയിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള എന്താ പറയുക റിയൽ സ്റ്റോറീസ് ഉണ്ടാവുമല്ലോ, അതെനിക്ക് അയച്ചു തരൂ. നമ്മൾ മെയിൽ ID ഞാൻ കമന്റിൽ പിൻ ചെയ്യാം കേട്ടോ, അതിൽ കൊടുക്കാൻ പറ്റുന്നില്ല, കമന്റിൽ പിൻ ചെയ്യാം. അപ്പൊ അതിലേക്ക് അയച്ചു തന്നാൽ മതി. അപ്പൊ നമുക്കത് വായിക്കാം. ഇപ്പൊ പേര് പറയണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട. അപ്പൊ ഞാൻ ആദ്യം വിചാരിക്കുന്നു ഞാൻ എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി ആദ്യം പറയാം. അപ്പൊ അത് പറഞ്ഞ ശേഷം പിന്നീട് നമുക്കത് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ വീഡിയോ വന്ന ശേഷം പിറ്റേന്നോ അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്നോ ആയിട്ടായിരിക്കും ഇട്ടുണ്ടാവുക. പിന്നെ നമ്മുടെ വീടിന്റെ കട്ട്ലവെപ്പ് കഴിഞ്ഞു. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇന്നൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ ആ വീഡിയോ ഡിലീറ്റ് ആയി പോയി. യൂട്യൂബിൽ ഇട്ടതല്ല, എന്റെ കയ്യിൽ നിന്ന് തന്നെ ഡിലീറ്റ് ആയി പോയി. സ്പേസ് ഇല്ലാത്ത കാരണം ഞാൻ കുറെ വീഡിയോ ഡിലീറ്റ് ചെയ്തു. അതിന്റെ ഇടയിൽ ഈ വീഡിയോ പോയി. അപ്പൊ ഞാൻ മുന്നേ ആ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട്ലപ്പ് ആയിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ
അത് പോയി. അപ്പോൾ ഇന്ന് കട്ട്ലപ്പായിരുന്നു, മഴയായിരുന്നു, നല്ല മഴയായിരുന്നു, എന്നാലും ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് പുതിയ സെഗ്മെന്റ്. പിന്നെ നമ്മുടെ ഗിവ് അവേ മറക്കണ്ട. അപ്പൊ നമ്മൾ 2 ഗിവ് അവേ ആണ് നമ്മുടെ പെൻഡിങ്ങിൽ ഇരിക്കുന്നത്. ഒന്ന് 1000 സബ് ആയുള്ള സ്പോട്ടിൽ ഒരു ഗിവ് അവേ ഉണ്ടായിരിക്കും. പിന്നെ ഇത് ഒറ്റ മാസത്തെ ഗിവ് അവേ ആണ് കേട്ടോ. ഒരു മാസം നമ്മൾ അടുത്ത ഓഗസ്റ്റ് 16 അല്ലെങ്കിൽ 17-ാം തീയതി നമ്മൾ ആളെ തിരഞ്ഞെടുക്കും. ഒറ്റ ആളേനെ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുന്ന ആളെ തന്നെയായിരിക്കും എടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഗിവ് അവേയുടെ റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റൂളല്ല, സാധനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണണ്ടേ, ആ സാധനങ്ങൾ മൊത്തം ഇവിടെ ഇല്ല. അത് ഞാൻ വേറെ വീഡിയോ ചെയ്യാം, ഒരു ഷോർട്സ് വീഡിയോ ചെയ്യാം എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ തന്നെ അല്ലെങ്കിൽ എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടത് എന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ കമന്റ് ചെയ്യണമെങ്കിൽ നമുക്കത് ചെയ്യാം. അപ്പൊ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതാണ് ചെയ്യേണ്ടത് നമ്മുടെ ഗിവ് അവേക്ക് വേണ്ടിയിട്ട് ഉള്ളത് കേട്ടോ. ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുന്നവർ തന്നെയാണ് കേട്ടോ എടുക്കുള്ളൂ. പിന്നെ പുതിയ സെഗ്മെന്റ് ഉണ്ട്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് കേട്ടോ. നമ്മുടെ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ മാല അതൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്. പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റംസ് മാത്രമാണ് കേട്ടോ നമ്മൾ അങ്ങനത്തെ മാലകളിൽ ചെയ്യുന്നുള്ളൂ. പിന്നെ എന്താ പറയുക, ഹോൾസെയിലും റീറ്റെയിലും ഉണ്ടെന്ന് പറഞ്ഞില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇൻവിസിബിൾ ചെയിൻ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അതൊക്കെ പോയി മേടിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതും അത് എന്താ പറയുക, അതുപോലെ തന്നെ അതിന്റെ കിറ്റുകളൊക്കെ അധികം വിലയില്ലാണ്ട് അതിന്റെ കിറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടവരൊന്ന് അടിയിൽ കമന്റ് ചെയ്യാം. അതിന്റെ വീഡിയോ, ലോങ് വീഡിയോ മുന്നേ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഓഗസ്റ്റ് 15 വരുന്നത്, അതിന്റെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഹെയർ ബാൻഡിന്റെ കിറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യം കൂടി ഇറക്കുന്നുണ്ട്. പുതിയതുണ്ടാവും, വീഡിയോ വരും. അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ 1 ഇയറിന്റെ സെലിബ്രേഷൻ ആയിരുന്നു. ഹാപ്പി ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ എന്റെ യൂട്യൂബ് ചാനലിന് 1 ഇയർ ആയിട്ടുള്ളതിന്റെ. കേക്കൊന്നും മുറിക്കുന്നില്ല, കേക്ക് മുറിക്കാനുള്ള ഒരു സാഹചര്യം അല്ല, കാരണം അതിന് മറ്റേ ഇതൊന്നും ഇല്ല. പിന്നെ ഇന്ന് കട്ട്ലപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. പിന്നെ പറയാനുള്ളത്, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ആഘോഷിക്കണല്ലോ എല്ലാ കാര്യങ്ങളും. ഇത് നല്ല സന്തോഷമുണ്ട്. അപ്പൊ വ്യൂവേഴ്സിനോടാണ് താങ്ക്സ് പറയാനുള്ളത്. നമുക്ക് നമ്മളെ ഇത്രയെങ്കിലും എത്തിച്ചല്ലോ. ഇനിയും നമ്മൾ മുന്നോട്ട് തന്നെ പോവും, അല്ലാണ്ട് പിന്നോട്ടൊന്നും പോവില്ല. നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങനെ കയറി പോവും. കയറി പോവാതൊന്നും ഇരിക്കില്ല, കുറച്ച് സമയം എടുക്കുമായിരിക്കുന്നുള്ളൂ, പക്ഷെ നമ്മൾ കയറി പോവും. അപ്പൊ അങ്ങനെ വിചാരിക്കാം, നമ്മളെപ്പോഴും പോസിറ്റീവ് മൈൻഡിൽ നിൽക്കുക, എന്നാലും തന്നെയാണ് റെഡി ആവുള്ളൂ. ഞാനും ഇതുപോലെ അശു ആയിരുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പൊ ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ കുറെ നാളായിട്ട് യൂട്യൂബിലുള്ളവർക്ക് സക്സസ് ആയ ഒരു കാര്യം അല്ലാട്ടോ പറയുന്നത്, സക്സസ് ആവാത്ത ഒരുപാട് പേരുണ്ട് ഇപ്പോഴും. അവർക്ക് വേണ്ടിയിട്ട് ഒരു മോട്ടീവ് ആയിക്കോട്ടെ, എന്റെ വക ഒരു മോട്ടീവ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.